നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 74 വർഷം നീണ്ട കാത്തിരിപ്പാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മൊട്ടേറയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സഫലമായിരിക്കുന്നത്. കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. സച്ചിൻ ബേബിയും സംഘവും ഹീറോകളാണ്. അവരത് നേടിയിരിക്കുന്നു. നീണ്ട സ്വപ്നം സഫലമാക്കിയിരിക്കുന്നു. 74 വർഷം. ഇതിനിടയ്ക്ക് 352 മത്സരങ്ങൾ കേരളം രഞ്ജി ട്രോഫിയിൽ കളിക്കുകയുണ്ടായി. ജമ്മുവിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഒറ്റ റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡാണ് നമ്മൾ സെമിയിൽ എത്തിച്ചതെങ്കിൽ സെമിയിൽ ഗുജറാത്തിനെതിരെ 2 റൺസിൻ്റെ ലീഡാണ് നമ്മൾ ഫൈനലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യ ഇന്നിങ്സിൽ 2 റൺസിൻ്റെ ലീഡ്. 74 വർഷത്തെ കാത്തിരിപ്പെന്ന് പറഞ്ഞല്ലോ. 1957 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ് കളിക്കാനിറങ്ങുന്നത്. ആദ്യ സീസണിൽ കേരളത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ മദ്രാസിനും മൈസൂരുവിനും ആന്ധ്രക്കും ഹൈദരാബാദിനുമെതിരെയാണ് കളിയുണ്ടായിരുന്നത്. എല്ലാ മത്സരങ്ങളും തോറ്റുകൊണ്ടായിരുന്നു കേരളത്തിൻ്റെ രഞ്ജി അരങ്ങേറ്റം. പിന്നെ നമ്മുടെ ടീം ഒരു ശ്രദ്ധേയമായ പ്രകടനം നടത്തുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. 40 വർഷങ്ങൾ കഴിഞ്ഞ് 94-95 സീസണിൽ KN അനന്തപത്മനാഭൻ്റെ നേതൃത്വത്തിൽ കേരളം ദക്ഷിണ മേഖലയിൽ ജേതാക്കളാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് നമ്മൾ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി അങ്ങനെ ഒരു മികവ് കാണിക്കുന്നത്. അതിനുശേഷം 96-97 സീസണിൽ ദക്ഷിണ മേഖല ജേതാക്കളായി കേരളം സൂപ്പർ ലീഗിലേക്ക് യോഗ്യത നേടി. 2002-2003 പ്ലേറ്റ് ലീഗ് ഫൈനലിലെത്തി കേരളം. 2007-2008 സീസണിൽ പ്ലേറ്റ് ലീഗ് സെമി ഫൈനലിലും എത്തി. എന്നാൽ പിന്നെ 2017-2018 സീസണിലാണ് അതിനുശേഷം കേരളം മികച്ചൊരു പ്രകടനം നടത്തി ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതെത്തി ആദ്യമായിട്ട് രഞ്ജിയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് കേരളം എത്തുന്നത്. അതായത് ഈ രൂപത്തിലേക്ക് മാറി ഇപ്പോഴത്തെ ഫോർമാറ്റിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 2018-19 സീസണിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കേരളം വരുന്നു. അങ്ങനെ കേരളം ദേശീയ തലത്തിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്ര മികച്ച പ്രകടനം രഞ്ജിയിൽ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. ഫൈനലിൽ വിദർഭയാണ് കേരളത്തിന് എതിരാളികളായിട്ട് വരുന്നത്. കാത്തിരിക്കാം ഫെബ്രുവരി 26 ആരംഭിക്കുന്ന ആ ഫൈനൽ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.